കറൻസിക്ക് പിന്നാലെ സ്വർണത്തിനും നിയന്ത്രണം. സ്വർണം കൈവശം വെക്കുന്നതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തി. വിവാഹിതരായ സ്ത്രീകൾക്ക് കൈവശം വെക്കാവുന്ന സ്വർണം 500 ഗ്രാമാക്കി ചുരുക്കി. അവിവാഹിതരായ സ്ത്രീകൾക്ക് 250 ഗ്രാം സ്വർണവും പുരുഷന്മാർക്ക് 12.5 പവൻ സ്വർണവും മാത്രമേ ഇനി മുതൽ കൈവശം വെക്കാനാകൂ. ഇതിൽ കൂടുതൽ സ്വർണം കൈവശം വെച്ചാൽ ആദായ നികുതി വകുപ്പിന് പിടിച്ചെടുക്കാം. കേന്ദ്ര ധനമന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ്? നേരത്തെ തന്നെ ഈ കള്ളപ്പണം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി നോട്ട് പിൻവലിക്കൽ തീരുമാനം സർക്കാർ കൈക്കൊണ്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഒരു തീരുമാനവും ധനമന്ത്രാലയം ആലോചിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ധനമന്ത്രാലയം ഉത്തരവായി തന്നെ ഈ തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ അനധികൃത സ്വത്തുക്കളും മറ്റും സ്വർണത്തിന്റെ പേരിൽ സൂക്ഷിക്കുന്നതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നേരത്തെ തന്നെ നിലവിലുള്ള നിയമം ഭേദഗതിയോടുകൂടി തന്നെ നടപ്പാക്കുന്നു എന്നാണ് ധനമന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത്. ഇതനുസരിച്ച് അവിവാഹിതരായ സ്ത്രീകൾക്ക് 62.5 പവൻ സ്വർണം, അതായത് 500 ഗ്രാം സ്വർണം മാത്രമേ വിവാഹിതരായ സ്ത്രീകൾക്ക് സൂക്ഷിക്കാനാകൂ. വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം സ്വർണം, അതായത് 62.5 പവൻ സ്വർണം സൂക്ഷിക്കാനാവും. അവിവാഹിതരായ സ്ത്രീകൾക്ക് 31.25 പവൻ സ്വർണം, അതായത് 250 ഗ്രാം സ്വർണം മാത്രമേ സൂക്ഷിക്കാനാകൂ. പുരുഷന്മാർക്ക് 100 ഗ്രാം സ്വർണം, 12.5 പവൻ എന്ന ഈ 100 ഗ്രാം സ്വർണവും മാത്രമേ സൂക്ഷിക്കാനാകൂ എന്നുകൂടിയാണ് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, പൈതൃകമായി ലഭിച്ച സ്വർണമോ അതോടൊപ്പം പരസ്യപ്പെടുത്തിയ സ്വത്തുക്കൾ ഉപയോഗിച്ച് വാങ്ങിച്ച സ്വർണത്തിന്മേലോ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുക്കില്ല എന്ന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പവനിൽ കൂടുതൽ സ്വർണം കയ്യിൽ സൂക്ഷിച്ചാൽ ആദായ നികുതി വകുപ്പിന് വീടുകളിൽ റെയ്ഡ് നടത്തി ഇത് പിടിച്ചെടുക്കാനുള്ള അധികാരം പൂർണ്ണമായി ഉണ്ടാകുമെന്ന് കൂടിയാണ് ധനമന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ മനു, കറൻസിയുടെ വിഷയത്തിൽ വളരെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായി. അങ്ങനെ ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്ത രീതിയിൽ ഒരു ഇടപെടലായിരുന്നു. സ്വർണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? പ്രത്യേകിച്ച് കൈവശം വെക്കാവുന്ന സ്വർണത്തിന്റെ ഒക്കെ ഈ ഒരു കണക്കു അടക്കമുള്ള കാര്യങ്ങൾ, അത് പെട്ടെന്നുള്ള ഒരു തീരുമാനമാണോ? തീർച്ചയായും ഈ സ്വർണം കൈവശം വയ്ക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ ആദായ നികുതി വകുപ്പിന്റെയും മറ്റും നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. ഇതിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ ചില ഈ കൈവശം വയ്ക്കാവുന്ന സ്വർണത്തിന്റെ അളവിന്മേൽ ചില ചുരുക്കങ്ങൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വിവാഹിതരായ സ്ത്രീകൾക്ക് നേരത്തെ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന്റെ അളവിൽ നിന്ന് ഇത് കുറച്ചു. പകരം 62.5 പവൻ, അതായത് 500 ഗ്രാമാക്കി കുറച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതോടൊപ്പം അവിവാഹിതരായ സ്ത്രീകൾക്ക് 250 ഗ്രാം സ്വർണം കയ്യിൽ സൂക്ഷിക്കാമെന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. പുരുഷന്മാർക്ക് 12.5 പവൻ സ്വർണവും കയ്യിൽ സൂക്ഷിക്കാമെന്നതാണ് പുതിയ ഉത്തരവ്. ഇതനുസരിച്ച് ഒരു കുടുംബത്തിലെ ഈ അംഗങ്ങൾക്ക് ഈ മുഴുവനായി തന്നെ ഈ സ്വർണം സൂക്ഷിക്കാനാകുമോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു കുടുംബത്തിലെ തന്നെ അവിവാഹിതയായ സ്ത്രീയും വിവാഹിതയായ സ്ത്രീയും അതോടൊപ്പം പുരുഷനും ഈ സ്വർണം ഇത്തരത്തിൽ വ്യക്തിപരമായി സൂക്ഷിക്കാമോ എന്നത് സംബന്ധിച്ചൊരു കൃത്യത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ധനമന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തികൾക്ക് സ്വകാര്യമായി ഇത്രമാത്രം സ്വർണമേ നിഷ്കർഷിക്കുന്ന ഈ സ്വർണമേ സൂക്ഷിക്കാനാകൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സ്വർണം സൂക്ഷിച്ചാൽ ആദായ നികുതി വകുപ്പിന് വീടുകളിലെത്തി റെയ്ഡ് ചെയ്യാനും നിയമ നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ മനു, അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നോട്ടിന്റെ വിഷയത്തിലെ പോലെ തന്നെ ഒരു മുന്നൊരുക്കമില്ല, അതായത് തയ്യാറെടുപ്പില്ലാതെ ഉള്ള ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ സുപ്രധാനമായി ഉള്ളത് അനാവശ്യമായ റെയ്ഡുകൾ ഒരുപക്ഷെ അത്തരത്തിൽ നടക്കുമെന്നുള്ളൊരു സാധ്യതയാണോ? പ്രത്യേകിച്ച് പലരുടെയും കൈവശം ഈ വിധത്തിൽ ഇതിന്റെയൊക്കെ സോഴ്സ് കാണിക്കാനുള്ള ഒരു സാധ്യത ഈ പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം വരുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? വിദഗ്ധർ എങ്ങനെയാണ് പറയുന്നത്? സൗമ്യ, ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിൽ തന്നെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു, പൈതൃക സ്വത്തായി ലഭിച്ചിരിക്കുന്ന സ്വർണത്തിന്മേൽ നിയമ നടപടികൾ ഉണ്ടാകില്ല എന്നാണ് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കൈവശമുള്ള സ്വർണം പൈതൃക സ്വത്തായി വ്യക്തമാക്കുന്നതിന് എങ്ങനെ സാധിക്കുമെന്നത് സംബന്ധിച്ചൊരു നിലവിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ഈ ഉത്തരവിന്മേൽ. അതിനാൽ തന്നെ ഇത് എങ്ങനെ തെളിയിക്കാനാകുമെന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം ഈ പരസ്യപ്പെടുത്തിയ സ്വത്തുക്കൾ ഉപയോഗിച്ച് വാങ്ങിച്ച സ്വർണത്തിന്മേലും ആദായ നികുതി വകുപ്പ് നടപടികൾ സ്വീകരിക്കില്ല എന്ന് കൂടിയാണ് വ്യക്തമാക്കുന്നത്.
വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ തന്നെ വലിയ റെയ്ഡുകൾക്കും മറ്റും ഇനിയും സാധ്യത വർദ്ധിച്ചേക്കാം എന്ന സൂചനകൾ തന്നെയാണ് ശക്തമാകുന്നത്. ഈ നോട്ട് പിൻവലിക്കൽ നടപടിക്ക് പിന്നാലെ സ്വർണത്തിന്മേലും പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പുതിയ ഉത്തരവ് കൂടി പുറപ്പെടുവിക്കുമ്പോൾ നടപടികൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് ഈ ഉത്തരവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. സൗമ്യ, മനുഷ്യകരാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണത്തിന് മേലും കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. സ്വർണം കൈവശം വെക്കുന്നതിനാണ് പരിധി അറിയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇപ്പോൾ വരുന്നത്. അത് പ്രകാരം അതിൽ കൂടുതൽ സ്വർണം കൈവശം വെച്ചാൽ അത് ആദായ നികുതി വകുപ്പിന് പിടിച്ചെടുക്കാനുള്ള അധികാരം നൽകിക്കൊണ്ടുള്ള പുതിയ തീരുമാനമാണ് വന്നിരിക്കുന്നത്. ശമ്പളവും പെൻഷനും നൽകാൻ കേരളം ആവശ്യപ്പെട്ട പണം ലഭിച്ചില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഉച്ചവരെ ലഭിച്ചത് 75 കോടി രൂപ മാത്രമാണെന്നും സംസ്ഥാനത്തെ 42 ട്രഷറികളിൽ പണമില്ലെന്നും മന്ത്രി. നാളത്തെ ശമ്പള വിതരണത്തിൽ ആശങ്കയെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നാളെയൊക്കെ ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ച് ആശങ്ക ഞാൻ മറച്ചു വെക്കുന്നില്ല. ഇന്ന് 500 കോടി രൂപയായിരുന്നു ട്രഷറികളിലേക്ക് തരേണ്ടിയിരുന്നത്. എന്നാൽ ഇത്രയും തരാനുള്ള പണം ബാങ്കുകൾ ഉണ്ടാവില്ല എന്നറിഞ്ഞതുകൊണ്ട് ഇന്നത്തേക്ക് അത്യാവശ്യമുള്ള പണം മാത്രമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ മൊത്തം 153 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ 75 കോടിയെ 11:30 മണി വരെ ലഭിച്ചിട്ടുള്ളൂ. 42 ട്രഷറികളിൽ പണമേ എത്തിയിട്ടില്ല. അവയെല്ലാം തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള. രാജ്യതലസ്ഥാനത്തടക്കം രാജ്യത്തെ ഭൂരിഭാഗം ബാങ്കുകളിലും ശമ്പള വിതരണത്തിന് ആവശ്യത്തിന് പണം ലഭ്യമായില്ല. ഇതോടെ മിക്ക ബാങ്കുകളിലും ഉച്ചയോടെ തന്നെ പണം തീർന്നു. ആളുകൾ പരിഭ്രാന്തരാകേണ്ട എന്നും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പണം ബാങ്കുകളിൽ എത്തിക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. രാജ്യത്തെ 4 നോട്ട് അച്ചടി കേന്ദ്രങ്ങൾ മുഴുവൻ സമയ പ്രവർത്തനം ആരംഭിച്ചു. ദില്ലി അടക്കം വടക്കേന്ത്യയിലെ മുഴുവൻ ബാങ്കുകളും സ്വകാര്യ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടുകളിൽ നിന്ന് വിതരണം ചെയ്യാനാകാതെ വിഷമിച്ചു. ആഴ്ചയിൽ 24,000 രൂപ വരെ പിൻവലിക്കാമെന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ തിരക്ക് കൂടിയതോടെ ചില ബാങ്കുകൾ 8,000-ഉം 4,000-ഉം ആക്കി ഇത് ചുരുക്കി. എന്നിട്ടും ഉച്ചയോടെ മിക്ക ബാങ്കുകളിലും പണം തീർന്നു. മിക്ക ബാങ്കുകളിലും 12 മണിയോടുകൂടി പണം തീർന്നു. ഇതോടെ ശമ്പളം എടുക്കാൻ എത്തിയവരുടെ മുന്നിൽ ബാങ്കുകൾ ഷട്ടറിട്ടു. വലിയ പ്രതിഷേധത്തിലാണ് രാജ്യതലസ്ഥാനത്തടക്കമുള്ള ബാങ്കുകൾക്ക് മുന്നിൽ ഉണ്ടായത്. ഇതോടെ രാവിലെ മുതൽ ക്യൂ നിന്നവർ അത്യാവശ്യത്തിന് പോലും പണം പിൻവലിക്കാനാകാതെ വലഞ്ഞു. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ എത്രയും വേഗം കൂടുതൽ 500 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കുമെന്ന് RBI അറിയിച്ചു. 4 നോട്ട് പ്രിന്റിംഗ് കേന്ദ്രങ്ങളും മുഴുവൻ സമയം പ്രവർത്തിക്കുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വേണ്ടത്ര പണം അടുത്ത ദിവസങ്ങളിൽ എത്തിക്കുമെന്നും ധനമന്ത്രാലയവും വ്യക്തമാക്കി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസമായിരുന്നതിനാൽ രാവിലെ മുതൽക്കേ തന്നെ ബാങ്കുകളിലും ട്രഷറികളിലും വൻ ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. RBI ആവശ്യത്തിന് പണം എത്തിച്ചിട്ടില്ല. വൈകിട്ടോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വൈകിട്ട് 6 മണി വരെ ഇന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ട്രഷറികൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ ധനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 42 ട്രഷറികളിൽ പണമില്ലാത്ത അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യം ഇപ്പോൾ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ട്രഷറിക്ക് മുന്നിൽ നിന്നും ഇപ്പോൾ ട്രഷറിക്കുള്ളിൽ നിന്നും ഇപ്പോൾ സുനിൽ അരുമാനൂർ നമ്മളൊപ്പം തലസ്മയം ചേരുന്നുണ്ട്. സുനിൽ, അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ഒരുപക്ഷെ ഏതാണ്ട് 42ഓളം ട്രഷറികളിൽ ഇപ്പോൾ പണമില്ലാത്ത അവസ്ഥയാണ്. നേരത്തെ ധനമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു. പലയിടത്തും ഈ ഒരു പ്രതിസന്ധി തുടരുന്നതായാണോ റിപ്പോർട്ടുകൾ? തീർച്ചയായും സൗമ, ഇന്ന് 6 മണി വരെയാണ് സംസ്ഥാനത്തെ ട്രഷറികൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലെ ട്രഷറികളിൽ ഇപ്പോൾ പണമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇക്കാര്യം തന്നെ ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. 42-ലധികം ട്രഷറികളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ട് തന്നെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇന്ന് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ട്രഷറിയിൽ 3 കോടി രൂപ മാത്രമാണ് കൊടുത്തത്. സബ് ട്രഷറികളിൽ 1 കോടി 2 കോടി എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പണമാണ് ഇപ്പോൾ പെൻഷനും അതുപോലെ തന്നെ ശമ്പളവുമായി ആവശ്യമായി വരുന്നവർക്ക് കൊടുക്കുന്നത്. 24,000 പരിധി എന്നുള്ളത് കൊണ്ട് തന്നെ അത് അത്രയും തുക മാത്രമേ അവർക്ക് പിൻവലിച്ചുകൊണ്ട് മടങ്ങാനാവുകയുള്ളൂ. മറ്റൊരു കാര്യം, ചെറിയ തുക ഉള്ള ആളുകൾ, അതായത് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളൊക്കെ അവരുടെ ATMകളിൽ നിന്ന് 2,500 രൂപ മാത്രം പിൻവലിച്ചുകൊണ്ട് മടങ്ങുന്ന കാഴ്ചയും പല ഈ ട്രഷറികളിലും അതുപോലെ തന്നെ ബാങ്കുകളിലും കാണാൻ സാധിക്കും. ഇതുവരെയും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക കൂടുതൽ ട്രഷറിയിലേക്ക് നൽകിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി തുടരുകയാണ്.
തുടരുകയാണെങ്കിൽ നാളെ ശമ്പളം കൊടുക്കാനായി സംസ്ഥാന ട്രഷറികളിൽ പണമില്ലാതാകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യമാണ്. കാരണം ഇന്ന് ഇപ്പോൾ എല്ലാവർക്കും 24,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ വരുമ്പോൾ കൂടുതലായിട്ട് ട്രഷറികളിലേക്ക് പണം വന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. പല ATMകൾക്ക് മുന്നിൽ നീണ്ട ഒരു ക്യൂ തന്നെ ഇപ്പോഴുമുണ്ട്. കാരണം 5 മണിയാകുന്നതോടുകൂടി തന്നെ സർക്കാർ ജീവനക്കാർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ, സെക്രട്ടേറിയറ്റിലടക്കമുള്ള സർക്കാർ ജീവനക്കാർ ശമ്പളം പിൻവലിക്കുന്നതിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. അവർ ATMകളിൽ നിന്ന് തൽക്കാല ശാന്തിക്കുള്ള പണം എടുത്തുകൊണ്ട് മടങ്ങുന്ന കാഴ്ചയുണ്ട്. അതോടൊപ്പം ഉച്ചയ്ക്ക് തന്നെ ജീവനക്കാർ ഇത്തരത്തിൽ വന്ന 24,000 രൂപ ബാങ്കുകളിൽ നിന്ന് എടുത്തു മടങ്ങുന്ന കാഴ്ചയുമുണ്ട്. ധനമന്ത്രി ഒരു കാര്യം ട്രഷറിയിലെ എല്ലാ ട്രഷറികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് 24,000 രൂപ തന്നെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ചില ട്രഷറികളിൽ ഗ്രാമീണ മേഖലയിൽ രാവിലെ ചില വിഷയം ഉണ്ടായിരുന്നു. 8,000 രൂപയും 10,000 രൂപയും മാത്രം കൊടുത്തുകൊണ്ട് ചില ആളുകളോട് ആവശ്യാനുസരണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുക നെഗോഷ്യബിൾ ആക്കിക്കൊണ്ട് നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത് പരാതിയായി വന്ന പശ്ചാത്തലത്തിലാണ് ധനമന്ത്രി തന്നെ പറഞ്ഞത് വരുന്നവർക്ക് അവരുടെ ടോക്കൺ കൊടുക്കുന്ന മുറയ്ക്ക് തന്നെ 24,000 രൂപ വെച്ച് കൊടുക്കണം, പണം തീരുന്നത് വരെ കൊടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നാളെ പണം ഇല്ലാത്ത ഒരു അവസ്ഥ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ ഇപ്പോൾ ഈസ്റ്റ് ബട്ടിലുള്ള സബ് ട്രഷറിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും 6 മണി വരെയും ഇടപാടുകൾ തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ആളുകൾ പണം പിൻവലിച്ച് മണിക്കൂറുകളോളം പെൻഷൻ വാങ്ങാൻ വരുന്നവർ പ്രായമേറിയ ആളുകളാണ്. അത്രയും ആളുകൾ തന്നെ വളരെ മണിക്കൂറുകളോളം കാത്തുനിന്ന് അവർ പണം പിൻവലിച്ചുകൊണ്ട് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. സുനിൽ, നേരത്തെ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഇന്നത്തെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാത്രം 153 കോടിയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഏതാണ്ട് 75 കോടി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ്. ഈ 42 ട്രഷറികളിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വൈകുന്നേരത്തോടെ ഒരു പക്ഷേ അത് പരിഹരിക്കപ്പെടും, പണം എത്തുമെന്നൊരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു തുകയും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി രാത്രി വൈകി തുക ലഭിക്കുകയാണെങ്കിൽ മാത്രം ഏജൻസികളിലൂടെ നാളെ രാവിലെ തന്നെ ട്രഷറികളിൽ വീണ്ടും എത്താനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ട്രഷറികളും 6 മണിവരെ പ്രവർത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുവരേക്ക് കൊടുക്കാനുള്ള തുക ഇപ്പോൾ ജില്ലാ കേന്ദ്രങ്ങളിലുള്ള ട്രഷറികളിലെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ 42-ലധികം സബ് ട്രഷറികളിൽ ഇത്തരത്തിൽ തുക ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇത് അവിടെയൊക്കെ ചെറിയ രീതിയിൽ ബഹളവും അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇവരൊക്കെ ബാങ്കിലേക്ക് പോയാൽ പോലും നടക്കാത്ത ഒരു സാഹചര്യം. മറ്റൊരു കാര്യം ധനമന്ത്രി തന്നെ പറഞ്ഞത് ഇതിപ്പോൾ കോർ ബാങ്കിങ് പോലെയാണ് ട്രഷറികളുടെ ഇടപാട്. അതുകൊണ്ട് ഏത് ട്രഷറിയിൽ പോയാലും അവർക്ക് പണം പിൻവലിക്കാം എന്നുള്ളൊരു സൗകര്യം കൂടെ ഇന്ന് ഈ ധനമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ട്രഷറി അല്ലെങ്കിൽ മറ്റൊരു ട്രഷറിയിൽ തന്നെ പോയി ഇവർക്ക് പണമിടപാട് നടത്താവുന്നതാണ്. പണം ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് പണം നൽകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടാൽ മറ്റൊരു ട്രഷറിയിൽ പോയി പണം പിൻവലിക്കാനുള്ള അവസരം അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 153 കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ നാളത്തെ അല്ലെങ്കിൽ അടുത്ത 2 ദിവസങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. ബാങ്കുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 3 ദിവസത്തേക്കുള്ള തുക കയ്യിലുണ്ട് എന്നാണ് ബാങ്കുകൾ പറയുന്നത്. അവരുടെ ബാലൻസ് ഉൾപ്പെടെ ക്ലോസിംഗ് ബാലൻസ് ഉൾപ്പെടെയുള്ള തുകകളാണ് ഇന്നിപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നൽകുന്ന തുക അവർ അത് അത്തരത്തിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പണം ഏതായാലും പലയിടത്തും ഇതൊരു പ്രതിസന്ധിയുണ്ട്. ട്രഷറികളിൽ പണമില്ലാത്തൊരവസ്ഥ. ആലപ്പുഴ ട്രഷറിയിൽ പണം വാങ്ങാനെത്തിയവർ പണമില്ലാത്തതിനെ തുടർന്ന് തിരിച്ചുപോയി. പെൻഷൻ വാങ്ങാനെത്തിയവർ പണമില്ലാത്തതിനെ തുടർന്ന് പലരും തിരിച്ചുപോയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു. ഷാജഹാൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷാജി, അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? സൗമ്യ, ആലപ്പുഴയിലെ പെൻഷൻ വാങ്ങാനെത്തിയ നിരവധി ആളുകളാണ് നിരാശരായി മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. സാധാരണഗതിയിൽ 1-ാം തീയതി തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് ഇവർക്കുള്ള പണം കിട്ടുമായിരുന്നു. പക്ഷേ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന രോഗികളടക്കമുള്ളവർ ഈ പെൻഷൻ വാങ്ങാൻ എത്തിയിരുന്നു. പക്ഷേ ഇവർക്കൊന്നും തന്നെ കൃത്യമായിട്ട് പണം ലഭിച്ചില്ല. ഇതുമൂലം തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാങ്ങിയ കടവും അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ മരുന്നിന് വേണ്ട തുകയും എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ആശങ്കയിലായിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ 4,000 രൂപ ആദ്യമെത്തിയ ചില പെൻഷനേഴ്സിനൊക്കെ തന്നെ നൽകിയിരുന്നു. 35 ലക്ഷം രൂപ മാത്രമാണ് ആലപ്പുഴ ട്രഷറിയിൽ എത്തിയെന്നാണ് ട്രഷറിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. സാധാരണഗതിയിൽ 2 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആദ്യത്തെ 1-2 ദിവസം പെൻഷൻ നൽകി ഇവരെ മടക്കി അയക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതിനാവശ്യമായ തുക ഇവിടെ ലഭ്യമായിട്ടില്ലാത്തത് കൊണ്ടാണ്
തങ്ങൾക്ക് ഇവർക്ക് പണം നൽകാൻ കഴിയാതിരുന്നതെന്നാണ് ഔദ്യോഗികമായിട്ട് ട്രഷറിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെയധികം ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാര്യം ഓട്ടോറിക്ഷയിലും മറ്റും വാഹനങ്ങളും മറ്റും പിടിച്ച് ട്രഷറിയിലെത്തിയപ്പോൾ ട്രഷറിയിൽ നിന്ന് ലഭിച്ച ഈ ഒരു മറുപടി അവരെ വളരെയധികം നിരാശരാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരാശരായിട്ട് പണമില്ലാതെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആലപ്പുഴ ട്രഷറിയുടെ മുൻപിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.